UDF സർക്കാർ വഞ്ചിച്ചതായി ഉദ്യോഗാർത്ഥികൾ. ഗുരുവായൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് കേസിൽ സർക്കാർ ഹർജി പിൻവലിച്ചത് ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ. 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് ഗുരുവായൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ നിയമനങ്ങൾ ഹൈക്കോടതിയുടെ വിധി പ്രകാരം ദേവസ്വം ബോർഡുകൾക്ക് തന്നെ, അതായത് KDRB എന്ന സംവിധാനത്തെ മാറ്റി ദേവസ്വം ബോർഡുകൾക്ക് തന്നെ നൽകുന്ന രീതിയിലേക്കാണ് വിധി വന്നിട്ടുള്ളത്. ഈ വിധിക്കെതിരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർ അപ്പീൽ പോയിരുന്നു. അതിൻ്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് അത് മാറി സുപ്രീം കോടതിയിൽ ഇപ്പോൾ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ ഉദ്യോഗാർത്ഥികളെ, അതായത് ദേവസ്വം ബോർഡിൻ്റെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും, വഞ്ചിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ അപ്പീൽ സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. അത് ഇത്രയധികം കുട്ടികൾ, ഇത് മാത്രമല്ല ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതിയിട്ടുള്ളതാണ് ഈ KDRBയുടെ എക്സാം. ഒരുപാട് സാധാരണ PSC പോലെയല്ല, നമ്മളതിന് ഫീസ് മേടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഏകദേശം ഈ 1 ലക്ഷത്തിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ ഗുരുവായൂരിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. ഇവർക്ക് മേലാണ് ഇപ്പോൾ ഈ കേസിൽ സർക്കാർ ഹർജി പിൻവലിച്ചിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്നാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇനി അനിശ്ചിതത്വത്തിലാകാൻ പോകുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് ദേവസ്വത്തിന് കീഴിലേക്ക് വരുന്ന നിയമനങ്ങളിൽ അതിനുള്ള നിയമനാധികാരം അതാത് മാനേജ്മെന്റുകൾക്ക് നൽകുന്ന ഒരു ഉത്തരവായിരുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഈ വിഷയത്തിൽ നിയമന അധികാരത്തിൽ യാതൊരു അധികാരവും ഇല്ലെന്നും, മറിച്ച് അതാത് ദേവസ്വം മാനേജ്മെന്റുകൾക്കാണ് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനുള്ള അധികാരമെന്നും എന്നുമുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതി വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് UDF സർക്കാർ പിൻവലിച്ചത്. അതായത് ഈ നിയമനാധികാരം അതാത് ദേവസ്വം മാനേജ്മെന്റുകൾക്കും തന്നെ നൽകിയാൽ മതി എന്ന ഹൈക്കോടതിയുടെ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതുവഴി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് PSC പോലെ സുതാര്യമായ ഒരു സംവിധാനത്തിലൂടെ നടക്കുന്ന, അതായത് KDRB വഴി നടക്കുന്ന സുതാര്യമായിട്ടുള്ള നിയമനങ്ങളിൽ ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.